ബേസിൻ്റെ ഒരു ക്യാരക്ടർ പറഞ്ഞാൽ നല്ല അടിപൊളി. അതായത് പോലീസ് ഒരു ഡിഫറെൻറ്റ് പോലീസുകാരനാണ് ബേസിൽ. പിന്നെ ടോട്ടലി സൗബിൻ സാഹിറിന് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ആ പുള്ളി ഏത് പടം ഉണ്ടെങ്കിലും അഭിനയ സാധ്യതയുള്ളൊരു പടം മാത്രമേ പുള്ളി എടുക്കുകയുള്ളൂ. പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് പുള്ളിക്ക് ഒരു പ്രത്യേക ഇതുണ്ട്. ഈ പടത്തിലും പുള്ളി അത് ഒരിക്കലും തെറ്റിച്ചില്ല. നമുക്ക് പറഞ്ഞാൽ നല്ല അടിപൊളി ക്രൈം ത്രില്ലറാണ് പടം. ഒരു കള്ള് ബേസിൻ്റെ ഒരു പടമാണെങ്കിലും നല്ല അടിപൊളി ക്രൈം ത്രില്ലറാണ്. അത്രയും നമ്മളെ ഇന്റർവ്യൂലൊക്കെ ഓരോ സീനൊക്കെ പറഞ്ഞോണ്ട് ഓരോ ഷോട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ബേസിലേക്ക് പെർഫോമൻസ് കൊണ്ട് ബെസ്റ്റ് പെർഫോമൻസ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ബേസില് നമ്മുടെ ചെമ്പൻ വിനോദ്, ചാന്ദിനി ഇവരെല്ലാം അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് അതിന് ഉപരി ഉണ്ടല്ലോ. ഇതിനകത്ത് ഒരു കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെയൊക്കെ പെർഫോമൻസ് കിട്ടിലും പെർഫോമൻസ് അത് മസ്റ്റ് വാച്ച് തിയേറ്റർ ആട്ടോ. തിയേറ്ററിൽ തന്നെ ഇത് കാണണം. എന്നാലേ നമുക്ക് ആ ചടിലത അറിയത്തുള്ളൂ. അതിൻ്റെ മേക്കിംഗിൻ്റെ രീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കിടുപ്പം പടം. ലാഗ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, കുഴപ്പമില്ല. സിനിമയ്ക്ക് വേണ്ട ഒരു ലാഗ് ഉണ്ട്. കാരണം ഒരു ലാഗിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത്. കാരണം കഥ സ്ലോ ബേസിലാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോഴാണ് കുറച്ചുകൂടി എൻഗേജ് ആവുന്നത്. ഒരു പോലീസ് ത്രില്ലറാണ്. ബേസിലേക്ക് ഗെറ്റപ്പ് ഒരു വൃതാവുള്ള മീശയുള്ള ഒരു ലുക്ക് വൈസ് കാണുമ്പോൾ തന്നെ ഒരു ത്രില്ലിംഗ് സിനിമയാണെങ്കിലും പുള്ളിയുടെ ഒരു ലുക്ക് വൈസ് കാണുമ്പോൾ കോമഡിയാവും. എല്ലാവരും അഭിനയം നല്ലതായിരുന്നു. പിന്നെന്താ പറയുന്നത്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ലതായിരുന്നു. പിന്നെ എല്ലാവരും സൗബിനായാലും ബേസിലായാലും എല്ലാം നല്ല അഭിനയമായിരുന്നു. പിന്നെ നമ്മുടെ ചെമ്പനുണ്ടായിരുന്നു, ചെമ്പനൊക്കെ സൂപ്പറായിരുന്നു. 2025 ഒരു നല്ല മലയാള സിനിമയ്ക്കുള്ള ഒരു നല്ല ഡയറക്ടറാണ് നമുക്ക് ശ്രീരാജ്. നമുക്ക് മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു നല്ല ഡയറക്ടർ തന്നെയാണ് ശ്രീരാജ് എന്നുള്ളത് ഈ സിനിമയിൽ ഒരു സംശയം. അന്വേഷണത്തിലേക്ക് എത്താറുണ്ട്, അതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഡയറക്ടർ പുതുമാണ്. പിന്നെ അൻവർ നസീർ എല്ലാവർക്കും അറിയാം. അൻവർ റഷീദ് ഗംഭീരമായിട്ട് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടൈം ആക്ഷൻ മൂവി. അതിൽ കുറച്ച് ലാഗായിട്ടാണ് കഥ പോകുന്നതെങ്കിലും പടം ഫുള്ളായിട്ട് വർക്കൗട്ട് ആവും. കാരണം ഫുൾ കഥ നോക്കുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. കഥ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എബോ ആവറേജ് സിനിമയാണ്. കാരണം ഒരു ബേസി ജോസഫിൻ്റെ സോഷ്യൽ നിർസിഫിക്കേഷൻ നല്ലൊരു എൻഗേജിംഗ് ആയിട്ടുള്ള സിനിമ. ഡയറക്റ്റ് കൂടുതൽ കാണാൻ പറ്റുന്ന വയലൻസ് ഫാമിലി എൻ്റർടൈനാണ് സിനിമ. നല്ല മൂവിയാണ്, എല്ലാവരും പോയി കാണും. എൻ്റെ പേര് രേവതി എന്നാണ്. ഞാൻ മുന്നേ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു വലിയ ക്യാരക്ടർ ചെയ്യുന്നത്. സന്തോഷം, എന്തായാലും ഭയങ്കര സന്തോഷമായി. കാരണം കുറേ കാലത്തിന് ശേഷം ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച വർഷങ്ങളായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണല്ലോ സിനിമയിൽ വരിക എന്നുള്ളതൊക്കെ. നല്ല ക്യാരക്ടർ ചെയ്യാൻ ഭാഗ്യം കൊണ്ട് അത് ചെയ്തു. എല്ലാവരുമായിട്ടും കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. നല്ല സപ്പോർട്ടീവായിരുന്നു. എല്ലാവരും ഒരേപോലെ നമുക്കിപ്പോൾ വർക്ക് ചെയ്യാൻ ഒരു ടെൻഷനോ കാര്യങ്ങളോ ആഗ്രഹമോ ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല ഡയറക്ടറാണെങ്കിലും അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ലീഡ് റോളിൽ വരുമ്പോഴത്തേനും ഒരു ടെൻഷൻ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല സ്ക്രീനിൽ വരുമ്പോഴത്തേനും. അങ്ങനെ എന്തെങ്കിലും റോളായിട്ടൊന്നുമില്ല, ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു ക്യാരക്ടർ അത്രയേ ഉള്ളൂ. ഭയങ്കരമായിട്ടുള്ളതൊന്നുമില്ല. പക്ഷെ അത് രസമായിരുന്നു ചെയ്യാനും, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല.